കച്ചവടം എന്ന് പറയുമ്പോ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു. ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, നല്ല സ്പീഡിൽ പോയാലും അടിക്കും. എനിക്ക് ജീവിതത്തിൽ ആകെ പണി കിട്ടി കിടന്ന. ഞാനല്ല ഓടിച്ചത് വണ്ടി, വേറെ ചക്കയെ ഓടിച്ചു. 400 രൂപ ഫൈൻ. ഫൈനില് അല്ല കാണിക്കുന്നത്, വീട്ടിൽ ഫൈൻ വരും, ഒരു പേപ്പർ വരും. അല്ല പരിശോധിച്ചിട്ടാ പിടിക്കാം. ഇതിൽ പരിശോധിച്ചിട്ട് പിടിക്കും, നമ്പർ പിടിക്കും. വീട്ടിലേക്ക് പേപ്പർ വരും 1 മാസം കഴിയുമ്പോ. അങ്ങനെ സ്പീഡായിട്ട് തിരിയൂല്ലേ? സ്പീഡ് വരും. അല്ല മീൻ വെറുതെ ഞാൻ ചോദിച്ചു ആളാന്ന്. അമ്മ ഇവിടെ നടന്ന മീനെല്ലാം മേടിച്ചിട്ടാ പോരാന്ന്. അതെ, പിന്നെ നല്ല റോഡ്, കറി വെക്കാനൊന്നും കിട്ടിയില്ല. അതിലെ മീൻ പോക്കണ്ട കിട്ടിയില്ലോ. ഞാൻ പറഞ്ഞു ലിമിറ്റ് കൂട്ടി കെട്ടീന ചെമ്മീനെല്ലാം പറഞ്ഞിട്ട് കണ്ടിട്ടില്ല. ഇല്ല ഇതന്നെ ചെമ്മീനല്ല. ചെമ്മീനെത്തിയില്ല, മഴ നടത്തിയില്ല. ഹലോ വലൈക്കും സലാം. അതെ, നല്ല മഴയാണ്. ഹലോ ഉണ്ട്. ഞാൻ കുറേ വിളിക്കുന്നേ, എൻ്റെ കിട്ടിയില്ല. എന്നാൽ ഈ മഴയത്ത് എങ്ങനെ നമുക്ക് പോകാൻ കഴിയില്ല. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞില്ലേ, നേരത്തെ ഭയങ്കര മഴയാണ്, അവർക്ക് വേറെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ നിങ്ങളോട് ഇന്ന് തരാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞു അവരോട്. അവർക്ക് എല്ലാ ഭാഗത്തും നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് സൗകര്യം നോക്കിയിട്ട് പോവുക. രാജ്യം പടിയുണ്ടെങ്കിൽ അല്ലാണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഈ മഴക്കൊയിനും പോകാൻ കഴിയില്ല. നേരത്തെ ഞാൻ വിളിക്കുന്നുണ്ട്. കിട്ടിയില്ല. അതാണ്. ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഞാൻ പിന്നെ ഒരു ദിവസം നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ ഏതുപോലെ ചെയ്യാം. ലേശാച്ചും വിളിച്ചിട്ട് നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ പോവാം. ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ പ്രതീക്ഷിക്കണ്ട എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു ഓരോ വിളിച്ച് കിട്ടിയപാട് അങ്ങോട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞു. ഇതന്നെ അടുത്തത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം, ഞാൻ വിളിക്കാം. ലേശാച്ചും വിളി വന്നിട്ടാമോ കേട്ടാ? ശരി, അത് ക്യാൻസൽ ആയില്ലേ? ക്യാൻസലാക്കി. ഇന്നലെ അതപ്പോ മഴ ഒന്നാമത് എങ്ങനെ കയ്യിലാണ്. ബൈക്ക് എടുത്തിട്ട് പോയാലും അലമ്പാണ്. ഈ മഴയൊന്നും തോന്നില്ല. മാത്രമല്ല, ഞാൻ അയാൾ ഡബിൾ എടുക്കണം. ഈ മഴയത്ത് കയ്യില്ല. ഈ മഴയൊന്നും നിൽക്കൂല. ആറ്റുംപടിയിലാണെന്നും പോകാൻ കഴിയില്ല. അയാൾ പാടിച്ചാൽ എടുക്കണം. ഒട്ടോറോ കോലുപള്ളി, അത് ചെറുപുഴക്കപ്പുറം വരെ കയ്യില്ലതാ. റിസ്ക് എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ക്യാൻസലാക്കിയത്. അച്ഛനും കുഴപ്പമില്ല. കാരണം ഭക്ഷണം കഴിച്ച് ഹോട്ടലിലിട്ട് പോകാന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ശരിയാവില്ല. ഇയാളിങ്ങനെ ഭ്രാന്താട്ടോ പറയുന്നത്. എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് അവരോട് വർത്താനം പറയാൻ എനിക്ക് തലവേദന. എന്തോ വർത്താനം പറയാൻ കൊണ്ട് കാണിച്ചതും കുഴപ്പമില്ല, അങ്ങനെയല്ല. ഒരു വർത്താനത്തിന് ഒരിതില്ല പോലെ. ഒരാൾക്ക് സംസാരിക്കേണ്ട ഒരു ഇതില്ല. അയാൾ പറഞ്ഞു ഞാനറിയില്ല അയാൾ പറയാൻ വേണ്ടത്. ഇയാളെ പലവിധം ഞാൻ കണ്ടിട്ടില്ല. അവിടെ തന്നെ ഒരു അടിയല്ല. അയാളെ മുഖാന്തരമല്ല നമ്മൾ വരുന്നത്. വന്നാലും കണ്ടിട്ടില്ലെങ്കിൽ അയാൾ പറയാൻ പാടില്ല. ഒന്നും അറിയില്ലായിരുന്നു. നമ്മൾ നേരത്തെ ആ വഴിക്കാണ് ആദ്യം പോയത്. ഇത് കാണാന്നും പറഞ്ഞു പോയിട്ട് അങ്ങോട്ടാ കയറി പോയി. ഇയാൾക്ക് വീടും അറിയില്ല, ഒന്നും അറിയില്ല. അതല്ലേ മറ്റോൻ വരുന്നവരുടെ കാര്യം. മറ്റോനും കാറും കൊണ്ടുവന്നിട്ട് കുറെ സമയമാണ്. അതെ, ഇയാളെ അറിയില്ല. സംഭവം ചോദിച്ചാൽ അറിയില്ല. ഇയാള് ഈടേക്ക് അവർ വന്നിട്ട് ഈ പെണ്ണിന്റെ ഇളയച്ചനുണ്ട് ശരിയാണ്. പക്ഷെ എന്നാലും അത് ഉറപ്പിക്കേണ്ട ഒരു ബാധ്യതയായിട്ടില്ലേ? നമ്മ രാവിലെ വരിക അരമണിക്കൂറൊന്നും ഒരു കുഴപ്പമില്ല. അരമണിക്കൂർ സാധനം സാധാരണ ഉള്ളതാണ്. അല്ലാണ്ട് അരമണിക്കൂർ 1 മണിക്കൂർ 10:15 വന്നാ 12 12 മണിക്കൂർ 12:30 2.5 മണിക്കൂർ മണിക്കൂറിനടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യാൻ ഒരു ഭയങ്കര വിഷമമായില്ല. നിങ്ങൾക്ക് ഒരു വ്യക്തതയില്ല. എന്നാലും രണ്ടാള് പറയണ്ടേ എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെയല്ല, ഇയാൾ വിളിക്കുമ്പോൾ എല്ലാം മറുപടി പറഞ്ഞു. അവിടെ ഞങ്ങൾക്ക് സംശയം കുടിക്കും. ഏതായാലും നോക്കാതെ
ആ. എന്താ അറിയുന്ന നോക്കാലോ. അവര് പറയുന്ന നോക്കട്ടെ എന്നിട്ട് ബാ. അതെ, അതെ. ഞാൻ ഏകദേശം കാണാണ്ട് പോകില്ല. എനിക്കറിയാം ഇവരെല്ലാം അടങ്ങി. കാരണം വെച്ചാൽ വെറുതെ സുമാർ ആരെങ്കിലും പറയും വീടും അറിയില്ല ഒന്നും അറിയില്ല. നമ്മ ഏതായാലും പോയി നോക്കും. ഇനി സ്വാഭാവിക ആ, നമ്മളെ ഈ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ നോക്കാം. നമ്മ നോക്കാൻ നിൽക്കില്ല. അല്ല അങ്ങ് ഇതുപോലെ നിന്റെ ഏടനായാലും കുഴപ്പമില്ല. ഏടനായിട്ട് പിന്നെ അധികം നമ്മളെ കെയർ ഓഫില് ആ. പിന്നെ നമ്മള് പരമാവധി ശ്രമം നടത്തും. ആ, എന്റെ എല്ലാവർക്കും റിസ്ക് ഉണ്ട്. ഇപ്പൊ ഞാനൊരു കുമാരൻ സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ കാഞ്ഞനങ്ങാട് ആ, ഒരു ബ്രോക്കറാ. ആ, അതിനടുത്ത് ഞാൻ എന്റെ കേസ് ഇട്ടിട്ടുണ്ട്. ആ. ഇന്ന് രാവിലെ ആയിട്ടുണ്ട്. ആ. ഞാൻ പറഞ്ഞു കാര്യമായിട്ട് നോക്കുക. പുള്ളിക്ക് ഇപ്പൊ പോകാനായി പെട്ടെന്ന്.